ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ട്രേഡ് സീക്രട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ കിണ്ണത്തപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്യേണ്ട, ആവിയിൽ പോലും വേവിക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ചേർത്ത്, ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുത്ത 3 കപ്പ് തേങ്ങാപ്പാലാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശുവും പാലും എടുക്കാം. സാധാരണ നമ്മളെ പാലുണ്ടല്ലോ, അതും ഒരു 3 കപ്പ് എടുക്കുക. ഇതിലേതാണെങ്കിലും 3 കപ്പ് അളവിലെടുക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ മണം വരുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ്. ഏകദേശം 1/2 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല, കറക്റ്റ് നല്ല കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിലോട്ട് ഒരു 4 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 മുതൽ 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ബാക്കി 2 കപ്പ് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1 കപ്പ് ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏലക്കയുടെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും, അത് സാരമില്ല, നമുക്കൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം കുറുക്കിയെടുക്കാൻ വേണ്ടുന്ന ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഡയറക്റ്റായിട്ട് അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഈ സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്, പെട്ടെന്ന് ഞാൻ അടിക്ക് പിടിക്കും. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ എല്ലാം ചേർത്തതിന് ശേഷം കംപ്ലീറ്റ് ഈ ഒരു ബാറ്റർ റെഡിയായതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഏലക്കയുടെ ആ ഒരു ചെറിയൊരു കുരുവൊക്കെ ഉണ്ടല്ലോ, അത് അധികം ഒന്നും അരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ തന്നെ അങ്ങ് മാറിക്കിട്ടും. അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ കുറുക്കിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും തലേ ദിവസം തന്നെ അരി കുതിർത്ത് വെക്കണം, പിന്നെ അത് അരച്ചെടുക്കണം, പിന്നെ അത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതൊക്കെ അത്യാവശ്യം ചെറിയൊരു പണിയുള്ള കാര്യമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. ഇത് ഫെയിലാവും എന്നുള്ള ഒരു ഡൗട്ടും വേണ്ട, എങ്ങനെ ചെയ്താലും അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ കുറുക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇവിടെ നെയ്യെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയം അത്യാവശ്യം നമ്മുടെ ആ കോൺഫ്ലോറൊക്കെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുമ്പോൾ ഇതുപോലെ പൊട്ടി വരണം, അത്യാവശ്യം കുറുകി ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 സെക്കൻഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇതിന് ശേഷം നമുക്കിപ്പോൾ എണ്ണയൊക്കെ തേച്ച്, അതായത് ഞാൻ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു രീതി തെറ്റിപ്പോയി, ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഒഴിച്ചതുകൊണ്ട് നട്ട്സ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും പെട്ടെന്ന് സെറ്റ് ആവുന്നൊരു കിണ്ണത്തപ്പമാണ്, വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ പുറത്ത് വയ്ക്കാം. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ധൃതി ആയതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ പ്ലേറ്റ് ഒന്ന് ചരിച്ച് കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അപ്പോൾ കറക്റ്റ് പരുവത്തിന് നമ്മൾ തേങ്ങാപ്പാലെടുത്ത് കറക്റ്റായിട്ട് കുറുക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് പുഡിങ് പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് പ്ലേറ്റിൽ നിന്നൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ താഴെ വെച്ച് ആ ഒരു അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് മേളിൽ കാണാൻ പറ്റുമല്ലോ. സത്യം പറഞ്ഞാൽ ഇത് നല്ല ഫുള്ളായിട്ട് ഈ സൈഡിൽ, അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ ടോപ്പായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ ക്യാമറയിൽ നോക്കി വീഡിയോ എടുത്തുകൊണ്ട് ഒഴിച്ചതുകൊണ്ട് നട്ട്സൊക്കെ ഒന്ന് നീങ്ങി പോയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങാപ്പാലിൽ ചെയ്തെടുത്ത കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആരും കടയിൽ നിന്ന് കിണ്ണത്തപ്പം വാങ്ങിക്കാൻ നിൽക്കരുത്. കാരണം അത്രയും ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കിണ്ണത്തപ്പം പുറത്തുനിന്ന് വാങ്ങാതെ പറ്റുന്നുള്ളവരാണെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ഫെയിലുവർ ആവില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ട് ഈസി ആയിട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ജെലാറ്റിൻ വെച്ച് പുഡിങ്ങൊക്കെ ചെയ്ത് കഴിക്കില്ലേ, അതേ സോഫ്റ്റിൽ നല്ല ജെല്ലി പോലെ കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.